ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 ശമൂവേൽ 11-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വീഴ്ച സംഭവിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവരുടെ ആ ഭൂപ്രദേശത്ത് വസന്തകാലവും ശൈത്യകാലവും ഉണ്ട്. സാധാരണ യുദ്ധങ്ങൾ നടക്കുന്നത് വസന്തകാലത്താണ്. ശൈത്യകാലത്ത് എല്ലാവരും വിശ്രമത്തിലായിരിക്കും, മഞ്ഞ് വീഴുന്ന സാഹചര്യത്തിൽ. അപ്പം അങ്ങനെ സാധാരണ അവർ തമ്മിലുള്ള യുദ്ധങ്ങൾ സാധാരണയായിട്ട് ആ രാജ്യത്തുണ്ട്. ഇപ്പോൾ ദാവീദിൻ്റെ പടയാളികളൊക്കെയും യുദ്ധത്തിന് പോയിരിക്കുകയാണ്. യോവാബാണ് സൈന്യാധിപൻ. സാധാരണ യുദ്ധകളത്തിൽ ദാവീദാണ് മുന്നിൽ നിന്ന് യുദ്ധം നയിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ദാവീദ് യുദ്ധത്തിന് പോകാതെ തൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം വിശ്രമത്തിലാണ്. രാവിലെ മുതൽ അദ്ദേഹം നല്ല വിശ്രമത്തിലായിരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് പൈശാചിക പ്രലോഭനങ്ങൾ അദ്ദേഹത്തെ നേരിടുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ പൈശാചിക പ്രലോഭനങ്ങളെ അധികം നേരിടേണ്ടി വരത്തില്ല. ശ്രദ്ധ മുഴുവൻ യുദ്ധത്തിലായിരിക്കും. എന്നാൽ നമ്മൾ വിശ്രമിക്കുമ്പോഴാണ് പാപചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നതും പാപം ചെയ്യാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാകുന്നത്. ദാവീദ് യുദ്ധക്കളത്തിൽ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പാപം ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അദ്ദേഹം അവിടെ സുരക്ഷിതനുമായിരുന്നു. എന്നാൽ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും രാത്രി ഉറങ്ങുകയും പകൽ വിശ്രമിക്കുകയും ചെയ്യുന്നിടത്ത് ദാവീദ് ഇവിടെ നേരെ തിരിച്ച് ചെയ്യുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ യുദ്ധങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ രോഗങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ നിന്ദകൾ, പരിഹാസങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘർഷകരമായ അവസ്ഥയിൽ നമ്മളൊരിക്കലും പാപം നമ്മുടെ നോട്ടത്തിലോ നമ്മുടെ മനസ്സുകളിലോ പാപം ചിന്തകളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മൾ നമ്മുടേതായ കൊട്ടാരത്തിൽ, നമ്മുടെ ഭവനത്തിൽ സ്വസ്ഥതയിലായിരിക്കുമ്പോൾ പാപചിന്തകൾ നമ്മെ കീഴ്പ്പെടുത്തുകയും പാപത്തിലേക്കുള്ള ടെൻഡൻസി നമുക്കുണ്ടാവുകയും ചെയ്യുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് സ്വർഗരാജ്യത്തേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അലസത പാടില്ല എന്ന് പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുറിയാനി സഭയുടെ പ്രഭാത നമസ്കാരത്തിൽ ദേവാലയങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്. വാതിൽ ചെറുതേ വഴിയുമിടുങ്ങിയത്, സ്വർഗപുരിക്കുള്ള മാർഗമതിൽ യാനം ചെയ്യുവോൻ, ഉത്സുകനായാനം ചെയ്യുക. സ്വർഗരാജ്യത്തിലേക്കുള്ള ആ വാതിൽ വളരെ വളരെ ചെറുതാണ്, ഇടുങ്ങിയതാണ്. അവിടെ പോകുന്നതിന് ഉത്സാഹിയോടെ യാത്ര ചെയ്യുക. അതിന് പകരം അല്പാലസ്യം ബാധിച്ചാൽ അശുഭ വഴിക്കു അസംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. അശുദ്ധ ആ വിചാരങ്ങൾക്ക് കീഴ്പ്പെട്ട് സ്വയം ആത്മാവിനെ നശിപ്പിക്കുന്നവനായി മാറും. ദാവീദിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴിതാണ് സംഭവിച്ചിരുന്നത്. ഇത്രയും നാൾ ശൗൽ രാജാവ് ജീവിച്ചിരുന്നപ്പോൾ വലിയ ജീവിത പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയവൻ അന്നൊരിക്കലും ഇങ്ങനെയുള്ള പാപചിന്തകൾ ഒരിക്കലും ദാവീദിനെ കീഴ്പ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ ശത്രുക്കളില്ല. എല്ലാവരെയും ഇവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് ഒരു വെല്ലുവിളികളില്ല. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ കിടക്കപ്പെട്ട് എഴുന്നേൽക്കുന്നവനും പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം മട്ടുപ്പാവിലിറങ്ങിയവനും ഇല്ലാത്തുകയാണ്. അപ്പോഴാണ് ഒരു സുന്ദരിയായ സ്ത്രീ സ്നാനം ചെയ്യുന്നത് കുളിക്കുന്നവൻ കാണുന്നു. ബേർശേബ തൻ്റെ പടയാളികളൊരാളായ ഊരിയാവിൻ്റെ ഭാര്യയാണ്. അവളിൽ മോഹമുണ്ടാകുകയും അവളെ അവിടെ നിന്ന് വിളിച്ചു വരുത്തി അവളോട് പാപം ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ പാപത്തെ മറയ്ക്കുവാൻ ഹീനമായൊരു മാർഗം, അതിനുള്ളതായ തന്ത്രം അദ്ദേഹം അവിടെ മെനയുകയാണ്. ഊരിയാവിനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, ബേർശേബ ദാവീദിനെ പിന്നീട് വിവരം അറിയിക്കുന്ന ബന്ധത്തിൽ താൻ ഗർഭവതിയായിരിക്കുന്നു.
അപ്പോൾ ഇനി എന്താണ് ചെയ്യുക? ആ കുഞ്ഞ് ഊരിയാവിൻ്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കണം. യുദ്ധത്തിന് പോയാൽ കുറേ നാളുകൾ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി വരാറുള്ളൂ. അപ്പോൾ തൻ്റെ ഭവനത്തിൽ വരുമ്പോൾ തൻ്റെ ഭാര്യ ഗർഭിണിയായി കണ്ടാൽ ഊരിയാവിനത് ഉൾക്കൊള്ളാനാവില്ലല്ലോ. അതുകൊണ്ട് അവനെ യുദ്ധസ്ഥലത്തുനിന്ന് വിളിച്ചു വരുത്തി അവൻ്റെ ഭവനത്തിൽ പോയി ഭാര്യയോടൊപ്പം വസിക്കുവാൻ രാജാവ് അവനെ നിർബന്ധിക്കുകയാണ്. എങ്കിലും നീതിബോധമുള്ളവനായ നല്ലൊരു യോദ്ധാവാണ് ഊരിയാവ്. അവൻ പറയുന്നു, എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി അങ്ങനെ സന്തോഷം പങ്കുവെക്കേണ്ടവനല്ല. രാജാവ് പറഞ്ഞു വിട്ടിട്ടും പോവാതെ കൊട്ടാരത്തിൽ തന്നെ എൻ്റെ മറ്റേ വേലക്കാരോടൊത്ത് അവിടെ കിടക്കുവാൻ അദ്ദേഹം അവിടെ തയ്യാറാവുകയാണ്. എത്രയോ നീതിബോധമുള്ള നല്ലൊരു മനുഷ്യനാണ് ഈ ഊരിയാവ്. അപ്പം അങ്ങനെ പോകാതെ വന്നപ്പോൾ ഇനി എന്താണ് മാർഗം? ഇപ്പോൾ ഹീനമായ മാർഗം, പൈശാചികമായ വലിയ ഒരു ശക്തി ദാവീദിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഊരിയാവിനെ പോർക്കളത്തിലയച്ച് മുന്നിൽ നിർത്തി അവൻ മരിക്കാനുള്ള ക്രമീകരണം ചെയ്യുകയാണ്. രാജാവ് പറഞ്ഞാൽ പടയാളികൾക്കത് ചെയ്യാതിരിക്കാനാവില്ലല്ലോ, സൈന്യാധിപനത് ചെയ്യാതിരിക്കാനാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി അദ്ദേഹത്തെ വധിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്താൽ അത് മറയ്ക്കാൻ വേണ്ടി അനേക തെറ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഒരു കള്ളം പറഞ്ഞാൽ അതിനെ മറയ്ക്കാൻ വേണ്ടി മറ്റനേക കള്ളങ്ങൾ നമ്മൾ പറയേണ്ടി വരും. അതേസമയത്ത് അവൻ ഊരിയാവിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നതിനെ ഒരു തെറ്റുപറ്റി, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഊരിയാവ് തീർച്ചയായും അത് ക്ഷമിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ദാവീദിന് ഈ വലിയ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ തൻ്റെ യശസ്സിന് അത് കോട്ടം സംഭവിപ്പിക്കുമെന്ന് വിചാരിച്ചായിരിക്കണം ദാവീദ് അങ്ങനെ ചെയ്യാതെ കൊണ്ട് ഹീനമായ മാർഗം ഉപയോഗിച്ച് ഊരിയാവിനെ കൊന്നുകളയുവാനുള്ള ശ്രമം അവിടെ ചെയ്യുകയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിലും ദാവീദിനെ പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. കാരണം പൈശാചിക പ്രകോപനങ്ങളും ശക്തമായിരിക്കുന്ന ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പാപം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെയും ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല. അതുകൊണ്ട് പൂർണ്ണമായ നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ ആ ജീവിതത്തിലുണ്ടായത് അവൻ ഇത്രയും നാൾ ദൈവ മനുഷ്യനായിരുന്നു. എല്ലാ കാര്യം ദൈവത്തോട് അവൻ ആലോചന ചോദിച്ചവൻ ചെയ്യുന്നവനാണ്. ദൈവമാണ് അവനെ അഭിഷേകം ചെയ്തത്, വഴി നടത്തിയതൊക്കെ അവൻ അറിയാം. എന്നാലും മാനുഷിക ബലഹീനതയും സാഹചര്യ സമ്മർദ്ദങ്ങളും അവനെ കൊണ്ട് പാപം ചെയ്യുകയാണ്. എന്നാൽ പഴയ നിയമത്തിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. പാപബോധം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. അതിനെ മറികടന്ന് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവമേ പരിശുദ്ധാത്മാവെ അത് ആ ആത്മാവിന് വിധേയമായി മാത്രം ചിന്തിക്കാൻ പ്രവർത്തിക്കുകയാണെന്ന് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ 10 ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് മാമോദീസ ലഭിച്ചതായ ആ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം അതിൽ നിന്ന് ചാരം മൂടി കിടക്കുന്നത് പോലെ നമ്മളിൽ ആയിരിക്കുന്നൊരവസ്ഥ, അതിനെ ഒന്ന് ഊതി തെളിയിച്ച് ആ പരിശുദ്ധാത്മാവിനെ പ്രശോഭിപ്പിച്ച് നിയന്ത്രണമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കർത്താവെ അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.